ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രാഘവേട്ടൻ പറയുക, എൻ്റെ ഫാമേ എത്ര നേരം കൊണ്ടാണ് ഞാൻ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എന്താ, എൻ്റെ വയറാണെ കത്തി കാളുക. സത്യമ്മ ചോദിക്കുക, അയ്യോ രാഘവേട്ട കഴിക്കാനോ? പിന്നല്ലാതെ ഞാനേ ഭക്ഷണം ചോദിച്ചിട്ട് എത്ര നേരമായി, നീ എടുത്തു തരാമെന്ന് പറയുന്നതല്ലാതെ എടുത്തു തരുന്നില്ലല്ലോ ഫാമേ. എൻ്റെ രാഘവേട്ട എന്തൊക്കെയാ ഈ പറയുന്നത്? ഇപ്പം ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചത് പിന്നെ ആരാ? ഞാൻ കഴിച്ചെന്നോ? എൻ്റെ രാഘവേട്ട കറി മോശമാണെന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ടേ എൻ്റെ അടുത്തിരുന്ന് രാഘവേട്ടനല്ലേ ഇപ്പോൾ ഭക്ഷണം കഴിച്ചത്. ഫാമ എന്തോ ഈ പറയുന്നത്? ഞാൻ കഴിച്ചെന്നോ? എപ്പോൾ കഴിച്ച്? ചുമ്മാ നിനക്ക് തോന്നിയതായിരിക്കും. ഞാനേ ഭക്ഷണം കഴിച്ചെങ്കിൽ എൻ്റെ വയറിങ്ങനെ വിശക്കുവോ? രാഘവേട്ടന് വിശക്കുന്നുണ്ടോ? പിന്നല്ലാതെ എന്തെങ്കിലും കഴിച്ചെങ്കിലല്ല വയറ്റിലെ വിശപ്പ് മാറത്തുള്ളൂ. നീ പോയി കുറച്ച് ചോറെടുത്തുണ്ടോ ഫാമേ? എൻ്റെ വയറ്റിലെ കത്തലൊന്ന് അടങ്ങട്ടെ. ദൈവമേ, രാഘവേട്ടൻ ഇത് എന്തു പറ്റി? ഇപ്പോൾ ചോറിൻ്റെ കൈ കഴിയതല്ല ഉള്ളു. രാഘവേട്ടൻ പെട്ടെന്ന് ഇതൊക്കെ മറന്നോ? അപ്പോഴാണ് സത്യാമ്മ ഓർക്കുന്നത് ഡോക്ടർ എന്ന് പറഞ്ഞതൊക്കെ. പലതും മറക്കാനും പൊറുക്കാനുമുള്ള കഴിവാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതിനേതെങ്കിലും ഒരു രീതിയിൽ തടസ്സം ഉണ്ടായാലേ എല്ലാം തീർന്നില്ലേ? ദൈവമേ, ഡോക്ടർ പറഞ്ഞതുപോലെ രാഘവേട്ടൻ ഇപ്പോൾ പലതും മറക്കുവാണല്ലോ. രോഹിത്താണെ കുറച്ചധികം മദ്യക്കുപ്പികളൊക്കെ അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് അതൊക്കെ കുടിക്കുകയും എന്താണ്ടൊക്കെ പെറുക്കി തിന്നുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് സുസ്മിത ഇങ്ങോട്ട് വന്നിട്ട് പറയുവാണ്, രോഹിത്തെ, ഞാൻ ഇതിനു മുൻപ് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ആവശ്യത്തിനുള്ളത് വലിച്ചു കയറ്റാൻ. ഇതൊക്കെ ഇവിടെ തന്നെയല്ലേ ഇരിക്കുന്നത്, നാളെ നിനക്ക് എടുക്കാവുന്നതല്ലേ? അതെ, എൻ്റെ ജീവിതം ഏതാണ്ട് തീർന്ന മട്ടാ സുസ്മിതേ. ഞാനിനി അധികകാലമൊന്നും കാണത്തില്ല. എനിക്ക് വിഷം കഴിക്കാൻ പേടിയായതുകൊണ്ടാണ് ഇതിങ്ങനെ വലിച്ചു കയറ്റുന്നത്. ഇതാകുമ്പോഴേ സ്ലോലി ആയിട്ടേ നമ്മളെ ഇതങ്ങ് കൊല്ലുമല്ലോ. ആര് പറഞ്ഞു നിന്നോടിതൊക്കെ? നീ ഒന്ന് വീണ് നോക്ക്, അപ്പോഴറിയാം. സകല ദൈവങ്ങളെയും വിളിക്കും. എന്നെ ഒന്ന് കൊന്നുതാന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. കുടിച്ച് കരള് പോയവരുടെ എത്ര കഥകളാണ് നിനക്കറിയേണ്ടത്? നീ എന്താ എന്നെ പേടിപ്പിക്കുവാണോ സുസ്മിതേ? ഞാൻ കുടിക്കും, ഞാൻ ഇനിയും കുടിക്കും. ഞാനിവിടെ നിൻ്റെ അടുത്ത് ഇരുന്നാലല്ലേ നിൻ്റെ ഈ സാരോപദേശമൊക്കെ കേൾക്കേണ്ടി വരത്തുള്ളൂ. ഞാനേ അങ്ങോട്ട് പോവുക എന്നും പറഞ്ഞ് ഒരു കുപ്പി മദ്യം എടുത്ത് കൈ പിടിച്ചുകൊണ്ട് രോഗത്തിങ്ങനെ ആടി പോവുകയാണ്. അവൻ നടക്കാൻ പോലും പറ്റുന്നില്ല. മുകളിലെ സ്റ്റെയർ കേസിലോട്ട് കയറുമ്പോൾ സ്റ്റെയർ കേസിൽ നിന്ന് അവൻ തെന്നി വീഴാൻ പോവാണ്. അത് കണ്ടോണ്ട് സുസ്മിത ഓടിപ്പോയി അവനെ പിടിക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്യാമയും പപ്പിമോളും എവിടെയോ പോയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ശ്യാമ ഈ കാഴ്ച കണ്ടിട്ടങ്ങ് ഞെട്ടിപ്പോയി. ശ്യാമ ദേഷ്യത്തോടെ പറയുക, ആഹാ കൊള്ളാമല്ലോ, അപ്പോൾ എൻ്റെ ആവശ്യം ഇവിടെ ഇനി ഇല്ലല്ലോ. രോഹിത്തെ, എല്ലാ കാര്യവും ഇവള് നിനക്ക് ചെയ്യുമെങ്കിലേ പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ശ്യാമ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് സുസ്മിത ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ദേഷ്യത്തിൽ പറയാം, നീ കാര്യം അറിയാതെ സംസാരിക്കാതെ. ഇവൻ താഴെ വീഴാൻ പോയപ്പോൾ ഓടിച്ചെന്ന് പിടിച്ചതാണോടി ഇപ്പൊ കുറ്റം? അതെ, താഴെ വീഴാൻ പാകമാക്കി വിട്ടത് നീ തന്നല്ലേ? ശ്യാമേ, ദാ കിടക്കുന്നവൻ, നീ തോളത്തിടുകയോ തലയിൽ വെക്കുകയോ എവിടോട്ടെങ്കിലും പിടിച്ചോണ്ട് പോയി എന്ത് വേണേലും ചെയ്യും എന്നും പറഞ്ഞ സുസ്മിത അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്യാമ അവിടെ കൈക്ക് കയറി പിടിച്ചിട്ട്, സുസ്മിതേ, രോഹിത്തിനെ കുടിപ്പിച്ചൊരു വഴിയാക്കിയിട്ട് നീ നിന്ന് ന്യായം പറയുന്നോ? അയ്യോ, സ്വന്തമായിട്ട് മോന്താനറിയാത്ത ഒരു ഇളവാവ കൊച്ച്. ഇവനിങ്ങനെ തൊണ്ട നിറയുന്നത് വരെ കുടിക്കുന്നുണ്ടെങ്കിലേ അതിൻ്റെ ഒറ്റ കാരണക്കാരി നീ മാത്രവാ. നിന്റെ നടപ്പുദോഷം കൊണ്ടാടി അവൻ കുടിക്കുന്നത്. ശ്യാമ കടന്ന് രോഹിത്തിനെ വിളിക്കുക, രോഹിത്തെ ഇങ്ങോട്ട് നോക്ക്, എന്നെ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നതേ ഇവിടെയൊക്കെ വായിലിരിക്കുന്ന കേൾക്കാനാണോ? രോഹിത്തിനോടല്ലയോ ഞാൻ ചോദിക്കുന്നത്, എന്താ മിണ്ടാത്തത്? എടീ ശ്യാമേ, നീ ഞാൻ ചത്തോ ഇല്ലയോ എന്ന് നോക്കാൻ വന്നതാണോ? അയ്യോ അല്ല രോഹിത്തെ, നിങ്ങൾ ചത്തില്ലെങ്കിലേ നിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നതാ. കൂട്ടത്തിലെ മറ്റു ചിലരെയും കൂടെ എനിക്ക് കൊല്ലണം. അത് കേട്ടിട്ട് സുസ്മിത പറയുക, ശ്യാമേ, ഞാനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിലേ നീ ഇപ്പോഴിവിടെ ഇങ്ങനെ വന്ന് നിൽക്കത്തില്ലായിരുന്നു. ഇവൻ്റെ മനസ്സിലെ ഒരല്പസ്ഥാനം പോലും നിന്നെക്കുറിച്ച് ഉണ്ടാകത്തില്ലായിരുന്നു. കൊച്ചും തള്ളയല്ലേ, ജീവിച്ച് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ നീ എൻ്റെ തലയിൽ കയറി ഞെരങ്ങാൻ വരുന്നോടി. സുസ്മിതയെ നിനക്ക് ശരിക്കും അറിയത്തില്ല, കൊന്നു കൊലവിളിക്കുവടി നിന്നെ ഞാൻ എന്നും പറഞ്ഞ് സുസ്മിത ശ്യാമയുടെ കഴുത്തെ പിടിച്ചിങ്ങനെ ഞെക്കുന്നുണ്ട്. എടി സുസ്മിതയെ വിടാനാ പറഞ്ഞത്. പെട്ടെന്ന് പപ്പിമോൾ, എൻ്റെ അമ്മയെ വിടാനല്ലേ പറഞ്ഞത്? എൻ്റെ അമ്മയെ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് പപ്പിമോള് ശ്യാമയെ കയറി കെട്ടിപ്പിടിക്കുമ്പോൾ സുസ്മിത പറയുക, മിണ്ടിപ്പോകരുതടി, മിണ്ടാതെ നീ ഇവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാലേ നിനക്കിവിടെ നിൽക്കാം. അതല്ല നിൻ്റെ ഭാവമെങ്കിൽ പെട്ടിയും വട്ടിയും ഒക്കെ എടുത്ത് ഇപ്പം നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോണം. നീ എന്നെ കൊണ്ടങ്ങനെ ചെയ്യിപ്പിക്കരുത്, പറഞ്ഞ കേട്ടല്ലോടി എന്ന് പറഞ്ഞിട്ട് സുസ്മിത അവിടെ നിന്ന് പോവുകയാണ്. തങ്കച്ചൻ വൈകിട്ടൊരു സ്മോളും ഒക്കെ അടിച്ച് ഒരു സിഗരറ്റും ഒക്കെ പിടിച്ച് ഇങ്ങനെ ആടി സന്തോഷത്തോടെ വരുന്നുണ്ട്.
അപ്പോൾ എവിടുന്നോ ഒരു ഉസ് ഉസ് എന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. തങ്കച്ചൻ അവിടെ എല്ലാം നോക്കുന്നു. പാമ്പോ മറ്റോ ആണോ, ഒന്നുകൊട്ട് കാണുന്നുമില്ല. ഏയ് തോന്നിയതായിരിക്കും എന്നും പറഞ്ഞ് തങ്കച്ചൻ വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ അതേ ഉസ് ഉസ് ശബ്ദമാണ് കേൾക്കുന്നത്. ആരാടാ അത്, അവിടെ ഒളിഞ്ഞു നിൽക്കുന്ന ആരാടാ എന്നൊക്കെ പറഞ്ഞ് തങ്കച്ചൻ ഇങ്ങനെ ധൈര്യമൊക്കെ സംഭരിച്ച് അവിടെയൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല. തങ്കച്ചൻ മനസ്സിൽ പറയുന്നുണ്ട്, ആരോ ഇവിടെ എവിടെയോ ഉണ്ട്, എന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ തങ്കച്ചൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സുബേർക്ക് ആ തങ്കച്ചൻ്റെ മുന്നിൽ നിൽക്കുവാണ്. എന്താ തങ്കച്ച, നീ ആരോടായി സംസാരിക്കുന്നത് എന്നിങ്ങനെ സുബേർക്ക ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ നാക്കേ പൊങ്ങുന്നില്ല തങ്കച്ചന്. അവനാകെ ഭയന്നിങ്ങനെ നോക്കി നിൽക്കുവാണ്. അല്ല, ഇതാരും സുബേർക്കയോ? ഇക്ക, ഇവിടെ ആരോ ഉണ്ട്, എൻ്റെ പുറകിൽ ആരോ വരുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാ, പക്ഷെ ചോദിച്ചിട്ട് മിണ്ടുന്നില്ല. സുബേർക്ക ചോദിക്കുവാ, ആർക്കെങ്കിലും എതിരായിട്ടേ നീ എന്തെങ്കിലും കുരുത്തക്കേടൊപ്പിച്ച് വെച്ചിട്ടുണ്ടോ തങ്കച്ച? എന്താടാ തങ്കച്ച നീ ഒന്നും പറയാത്തത്? നീ ആർക്കിട്ടാടാ പണി വെച്ചത്? ഇക്ക എന്തുവായി പറയുന്നത്? എൻ്റെ വണ്ടിയിൽ സ്പിരിറ്റ് വെച്ചിട്ടേ നീ വിഷ്ണുവിനെ കുരുക്കിയതേ ആരുടെ ബുദ്ധി തോന്നിയതാടാ? ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് തങ്കച്ചൻ. എടാ തങ്കച്ച, എന്തായാലും അത് നീയല്ലെന്ന് എനിക്കറിയാം. അതിൻ്റെ പിന്നിൽ പിന്നെ ആരാണ് കളിച്ചത്? അതെ, എനിക്കിപ്പോൾ പറയാൻ മനസ്സില്ല. ഇക്ക എന്നെ എന്തു ചെയ്യും? അത്രയും പറഞ്ഞത് മാത്രമേ നമ്മുടെ തങ്കച്ചൻ ഓർമ്മയുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ വിഷ്ണു പുറകെ വന്ന് അവൻ്റെ പുറത്ത് നല്ല ചവിട്ട് കൊടുക്കുന്നുണ്ട്. ആ ചവിട്ടും കൊണ്ട് അവൻ പോയി വീഴുവാണ്. വീണ് കിടക്കുന്ന തങ്കച്ചനെ എഴുന്നേൽപ്പിച്ചിട്ട് വിഷ്ണു ചോദിക്കുക, പറ തങ്കച്ച, ആരാണ് ആ പോക്കൃത്തരം കാണിച്ചത്? എൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചത് അതാരാണെന്ന് നിനക്കറിയാം. പറഞ്ഞോ, എളുപ്പം പറഞ്ഞോ തങ്കച്ച. എനിക്കറിയില്ല. ആഹാ, നിനക്കറിയില്ലയോ? നിനക്കറിയാതിരിക്കാൻ വഴിയില്ലല്ലോ എന്നും പറഞ്ഞ് വിഷ്ണു ആ കയ്യിലിനെ തോർത്തെടുത്ത് തങ്കച്ചൻ്റെ കഴുത്തിലോട്ടിട്ടിട്ട് പറയുവാണ്, തങ്കച്ച, സത്യം പറഞ്ഞാൽ വീട്ടിൽ പോയി കിടന്നുറങ്ങാം, ഇല്ലെങ്കിലേ പിന്നെ പറയണ്ടല്ലോ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ അടിക്കാൻ കൈയോങ്ങുവാണ്. അപ്പോൾ കൊട്ടേഷനോട്ട് ഇറങ്ങിയിരിക്കുവാണ് അല്ലേടാ എന്നും പറഞ്ഞ് തങ്കച്ചൻ വിഷ്ണുവിൻ്റെ നെഞ്ചത്ത് പിടിച്ചെടുത്ത് തള്ളു. വിഷ്ണു ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് അവൻ്റെ കുത്തിന് കയറി പിടിച്ചിട്ട് പറയടാ, പറ തങ്ക, ആരാ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത്? തങ്കച്ചനും വലിയ ദേഷ്യത്തിൽ തന്നെയാണ്. വേണ്ടേ, എന്നെ തല്ലിപ്പോയേക്കരുത്. ഉള്ള കാര്യം പറഞ്ഞിട്ടേ കാര്യം മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാനെന്ത് ചെയ്യാന്? എന്തായാലും എൻ്റെ തങ്കച്ചൻ അതോർത്ത് വിഷമിക്കേണ്ട. കാര്യങ്ങളൊക്കെ ഈ വിഷ്ണു നല്ല സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്തോളാം. പറയടാന്നും പറഞ്ഞ് വിഷ്ണു തങ്കച്ചനെ അടിക്കുന്നു, പറയത്തില്ലെന്നും പറഞ്ഞ് തങ്കച്ചൻ വിഷ്ണുവിനെ അടിക്കുന്നു. അങ്ങനെ ഒരു അടിപിടി കേസ് അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ്. വിഷ്ണുവിൻ്റെ നേരെ കൈയോങ്ങിയ തങ്കച്ചൻ്റെ കൈ വിഷ്ണു പിടിച്ച് തിരിച്ചിട്ട് പറയുന്നു, വേണ്ട വേണ്ടാന്നും പറഞ്ഞ് ഞാൻ ഒതുങ്ങിയപ്പോൾ നീ അങ്ങ് തലേ കയറുന്നോടാ എന്നും പറഞ്ഞ് ഒറ്റ അടിക്ക് തങ്കച്ചൻ മൂക്കും കുത്തി വീഴുന്നുണ്ട്. അങ്ങനെ തങ്കച്ചനെ വിഷ്ണു ചവിട്ടി 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 ചമ്മന്തിയാക്കി. എടാ, നീ സത്യം പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് ചാവൂ എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കാല് തങ്കച്ചൻ്റെ നെഞ്ചത്ത് വെച്ച് ഞെരിച്ചമക്കുവാണ്. നിന്നെ കൊന്നിട്ടേ നിന്റെ ബോഡി തണ്ട ആ കൊക്കയിലോട്ട് ഞാൻ വലിച്ചെറിയും. കുറച്ചുനാളെ ചോട്ടാ നേതാവിനെ കണ്ടില്ലെന്നും പറഞ്ഞ് ഒരനുശോചനമൊക്കെ അറിയിക്കാനും ആൾക്കാരൊക്കെ ഉണ്ടാവും. സത്യം പറയടാ, പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയടാ സത്യം, എന്തായാലും ആൾക്കാരെന്നെ പിടിക്കും. അപ്പോൾ അതിനു മുമ്പേ നിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വേണം ഈ വിഷ്ണുവിൻ്റെ പോക്കേ. അങ്ങനെ തല്ലുകൊണ്ട് അവസാനമായിട്ടും തങ്കച്ചന് പറയാൻ മനസ്സില്ല, ഇനി നീ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടടാ എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കയ്യിലിട്ടിന വള ഇങ്ങോട്ട് ഊരിയെടുക്കുവാണ്. അയ്യോ, എന്നെ തല്ലല്ലേ, ഞാൻ എല്ലാ കാര്യങ്ങളും പറയാവേ എന്നും പറഞ്ഞ് തങ്കച്ചൻ കാര്യങ്ങളൊക്കെ പറയുവാണ്. ചന്ദ്രബോസ് സാർ എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് സ്പിരിറ്റ് വിഷ്ണുവിൻ്റെ ലോറിയിൽ വെക്കാവോ എന്ന് ചോദിച്ചതാണ്. ഞാനത് സമ്മതിച്ചില്ല. അതിൻ്റെ ഒരു ചൊരുക്ക് അവർക്ക് എന്നെ കാണുമ്പോഴൊക്കെ ഉണ്ട്. അല്ലാതെ സത്യമായിട്ടും ഇതിൻ്റെ പിന്നിൽ ഞാനല്ല വിഷ്ണു. പക്ഷെ ബോസിൻ്റെ അറിവോടുകൂടി തന്നെയാണ് അവർ വിഷ്ണുവിൻ്റെ ലോറിയിൽ സ്പിരിറ്റ് വെച്ചത്. വിഷ്ണു, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ബോസ് സാറിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ പോയി ചോദിക്കും. എല്ലാ കാര്യങ്ങളും തത്ത പറയുന്ന പോലെ പറയും. അങ്ങനെ വിഷ്ണു ചന്ദ്രബോസാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. സത്യാമ്മയും രാഘവേട്ടനും കട്ടിലിൽ കിടന്നിങ്ങനെ ഉറങ്ങുവാണ്. സത്യാമ്മ നല്ല ഉറക്കമാണ്. രാഘവേട്ടൻ പെട്ടെന്ന് ഞെട്ടി അങ്ങ് എണീറ്റിട്ട് സത്യാമ്മയെ വിളിക്കാതെയും സത്യാമ്മയെ ഒന്ന് നോക്കുപോലെയും ചെയ്യാതെ പെട്ടെന്ന് പതുക്കെ ഇറങ്ങി ഗേറ്റ് തുറന്നങ്ങ് പോവുകയാണ് വെളിയിലോട്ട്. ശ്യാമയും പപ്പിമോളും ഉറങ്ങാൻ കിടന്നിട്ടുണ്ട്. ശ്യാമ നല്ല ഉറക്കം, പപ്പിമോൾ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുവാണ്. ഉറങ്ങിക്കിടക്കുന്ന ശ്യാമയെ നോക്കിക്കൊണ്ട് പപ്പിമോൾ എഴുന്നേറ്റിരുന്ന് മനസ്സിൽ പറയുവാണ്, അമ്മേ, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പേടിയാണ്.
എനിക്ക് അച്ഛനെയും പേടിയാ. എൻ്റെ പഴയ അച്ഛനേ അല്ലിത്, മറ്റാരോ ആണെന്നുള്ള തോന്നലാണ് എനിക്കിപ്പോൾ. ഞാൻ ശാരദാമ്മയുടെ അടുത്തോട്ട് പോവുക. അവിടെ സത്യം ഉണ്ടല്ലോ, ചേച്ചിയമ്മയും ഉണ്ടല്ലോ. ഞാനിനി അവിടെ നിന്നോളാം. ഇവിടെ ആണെങ്കിൽ എപ്പോഴും ബഹളമാണല്ലോ. അമ്മയെ അച്ഛൻ എപ്പോഴും തല്ലുന്നുണ്ടല്ലോ. അത് കാണാൻ എനിക്ക് വയ്യമ്മേ. ഉറങ്ങിക്കിടക്കുന്ന ശ്യാമയെ നോക്കിയിട്ട് പപ്പിമോള് പറയുന്നു, അമ്മയെ ഞാൻ പോവുകയാണേ, എന്നെ കാണാതെ സങ്കടപ്പെടുകയോ കരയുകയോ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പപ്പിമോള് രാത്രി അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടന്നു പോവുകയാണ്. വഴിവെക്കൽ 2 ആണുങ്ങളിങ്ങനെ പപ്പിമോള് നടന്നു വരുന്നത് കണ്ടോണ്ട് അവരൊരു കൊച്ചു വരുന്നത് കണ്ടോടാ എന്നും പറഞ്ഞ് പപ്പിമോളുടെ അടുത്തോട്ട് ചെന്ന് ചോദിക്കുന്നു, എവിടെ പോവുക, തനിച്ചേ ഉള്ളോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പപ്പിമോൾക്ക് മനസ്സിലായി ഇവർ ശരിയല്ലെന്ന്. പപ്പിമോൾ ഓടാൻ ശ്രമിക്കുമ്പോൾ അവർ പപ്പിമോളെ കയറി അങ്ങ് പിടിക്കുവാണ്. പിടിച്ചവർ പൊക്കി എടുത്തോണ്ട് പോകുമ്പോൾ പപ്പിമോളെ നല്ലറിക്കൊണ്ട് ശാലിനി ഉറക്കത്തിന് ഞെട്ടി എഴുന്നേക്കുവാണ്. ശാലിനി കണ്ട സ്വപ്നമായിരുന്നു അത്. ശാലിനി വല്ലാതെ ഭയന്നുപോയി ആ സ്വപ്നം കണ്ട്. പെട്ടെന്ന് കുറച്ച് വെള്ളമെടുത്തിങ്ങനെ ശാലിനി കുടിച്ചിട്ട് നോക്കുമ്പോൾ വെളിയിൽ ആരോ നിൽക്കുന്ന മാതിരി ഒരു നിഴല് കാണുന്നുണ്ട്. ആരാ അത്, ആരാ അവിടെ നിൽക്കുന്നത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ ആ നിഴൽ പോലെ നിന്ന രൂപം തിരിയുമ്പോൾ അത് വിഷ്ണുവാണെന്ന് ശാലിനിക്ക് മനസ്സിലായി. അയ്യോ വിഷ്ണുവേട്ടൻ, വിഷ്ണുവേട്ടാന്ന് വിളിച്ചോണ്ട് ശാലിനി ജനാലയ്ക്കടുത്തോട്ട് ചെല്ലുമ്പോൾ വിഷ്ണു അവിടെ വന്ന് നിന്ന്. രണ്ടുപേരും പരസ്പരം കണ്ണിക്കണ്ണി നോക്കി കരയുവാണ്. ഇതെന്ത് കോലവാ എൻ്റെ വിഷ്ണുവേട്ട. സങ്കടത്തോടെ വിങ്ങി പൊട്ടിക്കൊണ്ട് വിഷ്ണു പറയുന്നു, അത് ഞാൻ ഒളിച്ച് താമസിക്കുമല്ലേ ശാലിനി. ആളുകളുടെ കണ്ണിൽപ്പെടാതെ വേണ്ടേ നടക്കേണ്ടത്, അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. ശരിക്കും പെട്ടുപോയ അവസ്ഥയാണല്ലോ ഇപ്പോൾ. അല്ല, തൻ്റെ കാര്യം എങ്ങനെയാ? എനിക്കും നിർബന്ധിത ലീവ് തന്നിരിക്കുകയാണ്. ഭർത്താവ് സ്പിരിറ്റ് കടത്തുകാരനാവുമ്പോൾ ഭാര്യ ജില്ലാ കളക്ടറായിട്ടിരുന്നാൽ അന്വേഷണത്തെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞാണ് എന്നെ നിർബന്ധിത ലീവ് എടുപ്പിച്ചിരിക്കുന്നത്. എല്ലാത്തിനും പിന്നിലെ ആ ചന്ദ്രബോസാ. എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടവർക്ക്. അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനൊരു സ്പിരിറ്റ് നാടകം അവർ കളിച്ചിരിക്കുന്നത്. അവരെന്ത് നാടകം കളിച്ചാലും എൻ്റെ വിഷ്ണുവേട്ടനെ സ്വന്തം വീട്ടിൽ പോലും കയറാൻ പറ്റാതാക്കിയില്ലേ. വിഷ്ണുവേട്ടൻ വല്ലതും കഴിച്ചായിരുന്നോ? വിഷ്ണുവേട്ടൻ അകത്തോട്ട് വാ, ഞാൻ എന്തെങ്കിലും കഴിക്കാനെടുക്കട്ടെ. ഏയ് ഒന്നും വേണ്ട ശാലിനി, ഈ ഓട്ടത്തിനിടയ്ക്ക് എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴിക്കും, ഒന്ന് വിശപ്പടക്കാൻ വേണ്ടി മാത്രം. എല്ലാ പ്രശ്നങ്ങളും ഒന്ന് തീരട്ടെ ശാലിനി, എന്നാലേ എനിക്ക് സമാധാനത്തോടെ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല, വേഗം പോകണം. ചങ്ക് പൊട്ടി കരഞ്ഞോണ്ട് ശാലിനി ചോദിക്കുന്നു, വിഷ്ണുവേട്ട, എൻ്റെ വിഷ്ണുവേട്ടൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടില്ലേ? അതിനു വേണ്ടിയിട്ട് തന്നെയാണല്ലോ അവന്മാരിതൊക്കെ ചെയ്തത്. പക്ഷെ നമ്മൾ തളർന്നു പോകരുത്. അവരെത്രത്തോളം നമ്മളെ ചവിട്ടി താഴ്ത്തിയാലും പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചടിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷെ വിഷ്ണുവേട്ട, ഇപ്പം നമുക്കതിനും പറ്റുന്നില്ലല്ലോ. അതിനാദ്യം നമ്മൾ നമ്മളുടെ നിരപരാധിത്വം തെളിയിക്കണം ശാലിനി. സ്പിരിറ്റ് നമ്മുടെ വണ്ടിയിൽ മനഃപൂർവ്വം വെച്ചതാണെന്ന് തെളിവ് സഹിതം അറിയിക്കേണ്ടവരെ അറിയിക്കണം. ചന്ദ്രബോസിന്റെ തലയ്ക്ക് മുകളിലുള്ളവരെ വേണം അറിയിക്കാൻ. എങ്കിൽ മാത്രമേ എനിക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ ശാലിനി. അതുവരെ എനിക്കിങ്ങനെ ഒളിവിൽ കഴിയാനേ പറ്റത്തുള്ളൂ. എൻ്റെ വിഷ്ണുവേട്ടൻ അകത്തോട്ട് വാ, എന്തെങ്കിലും ഒന്ന് കഴിക്കാം, ഞാൻ കഴിക്കാൻ എടുത്തു വെക്കട്ടെ. വേണ്ട ശാലിനി എന്നും പറഞ്ഞ് വിഷ്ണു ആ ജനൽ കമ്പികൾക്കിടയിൽ കൂടെ അവൻ്റെ കൈ നീട്ടി ശാലിനിയുടെ കയ്യേലിങ്ങനെ മുറുക്കി പിടിക്കുവാണ്. വേണ്ട ശാലിനി, എനിക്ക് വിശക്കുന്നില്ല. സങ്കടം കൊണ്ട് തൊണ്ടയിടറിക്കൊണ്ട് വിഷ്ണു പറയുന്നു, എനിക്ക് തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി, അതാ ബുദ്ധിമുട്ടിയാണെങ്കിലും ഓടി ഇങ്ങോട്ടൊന്ന് വന്നത്. സത്യം മോൾ ഉറങ്ങുവാണോ? ആ മോൾ ഉറങ്ങുവാണ്, ഉണർത്തണോ? അയ്യോ വേണ്ട, മോൾ എന്നെക്കുറിച്ച് അന്വേഷിച്ചോ? കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അവളും അറിഞ്ഞിട്ടുണ്ട് വിഷ്ണുവേട്ട. വിഷ്ണു സങ്കടത്തോടെ പറയുന്നുണ്ട്, ശാലിനി, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു മതിലിനപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് അവരുടെ സ്നേഹം കൈമാറുന്നത്, അതുപോലെ നമുക്കിങ്ങനെ നിന്ന് നമ്മുടെ സ്നേഹം കൈമാറാവടോ. അപ്പോൾ ഫ്രണ്ട്സ്, വിഷ്ണുവും ശാലിനിയും ജനലുകൾക്കപ്പുറവും ഇപ്പുറവും നിന്ന് അവരുടെ സ്നേഹം ഇങ്ങനെ കൈമാറുവാണ്. എത്രയും പെട്ടെന്ന് ശാലിനി ചന്ദ്രബോസിൻ്റെ കൊള്ളരുതായ്മകളെല്ലാം തെളിവോടെ പിടിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്ന റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.